നമസ്കാരം. വിക്രമാദിത്യ കഥകളിലെ 32ാമത്തെ കഥ, ത്യാഗത്തിൻ്റെ പാരമ്യം. വേതാളം പിന്നെയും വേറൊരു കഥ പറഞ്ഞു തുടങ്ങി. അല്ലയോ രാജാവേ, പണ്ട് വിശാലപുരി എന്ന ദേശത്ത് ധ്രുവാക്ഷൻ എന്നൊരു വ്യാപാരി അയാളുടെ പുത്രിയായ അനങ്കമഞ്ജരിയോടൊന്നിച്ച് താമസിച്ചിരുന്നു. അനങ്കമഞ്ജരിക്ക് വിവാഹപ്രായം എത്തിയപ്പോൾ പിതാവ് അവളെ ശാന്തകുമാരൻ എന്നൊരു യുവ വണിക്കിന് വിവാഹം കഴിച്ചു കൊടുത്തു. ഏതാനും മാസത്തെ വൈവാഹിക ജീവിതത്തിന് ശേഷം വ്യാപാര സംബന്ധമായ കാര്യങ്ങൾ പ്രമാണിച്ച് ശാന്തകുമാരൻ കടൽ താണ്ടി വിദേശത്തേക്ക് പോയി. നവവധുവായ അനങ്കമഞ്ജരി വൃദ്ധനായ പിതാവിനെ പരിചരിച്ചുകൊണ്ട് ഭർതൃഗൃഹത്തിൽ പാർക്കുകയും ചെയ്തു. അനങ്കമഞ്ജരിയുടെ വിശ്വാതിശായിയായ ലാവണ്യവിലാസം ആ നാട്ടിലെ പല യുവ കോമളന്മാരുടെയും ശ്രദ്ധയ്ക്ക് വിഷയീഭവിച്ചിരുന്നു. സ്വതസിദ്ധമായ ആകാര സൗഷ്ഠവം ഏതാനും മാസത്തെ ദാമ്പത്യ ജീവിതം കൊണ്ട് തഴച്ചു വളർന്ന് സമ്പുഷ്ടമായി തീർന്നിരുന്നു. ഒരു ദിവസം അവൾ തൻ്റെ ഭവനത്തിലെ മട്ടുപ്പാവിൽ രാജവീഥിയിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവളുടെ ദൃഷ്ടി അതുവഴി അലസഗമനം നടത്തിയിരുന്ന കമലാകരൻ എന്ന കാമദേവ സദൃശ്യനായ ബ്രാഹ്മണ യുവാവിൽ പതിഞ്ഞു. അവരുടെ കണ്ണുകൾ തമ്മിലിടഞ്ഞു. തൽക്ഷണം അവർ തമ്മിൽ പ്രഥമ ദർശനാനുരാഗം അങ്കുരിക്കുകയും ചെയ്തു. ശക്തിമത്തായ വികാരങ്ങളെ ഒട്ടു ശ്രമപ്പെട്ട് അടക്കിക്കൊണ്ട് ബ്രാഹ്മണ യുവാവ് തൻ്റെ ഒരു സുഹൃത്തിൻ്റെ വസതിയെ ലക്ഷ്യമാക്കി അതിവേഗം നടന്ന് അപ്രത്യക്ഷനായി. ആ സംഭവം അനങ്കമഞ്ജരിയുടെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത വികാര വിപ്ലവം ഉണ്ടാക്കി. മാന്മഥിക ചിന്തകൾ അവളുടെ ചിത്തത്തിൽ അഗാധമായ വ്രണമേൽപ്പിച്ചു. അവളുടെ മനോദർപ്പണത്തിൽ ആ ബ്രാഹ്മണ യുവാവിൻ്റെ കോമള രൂപം നിറഞ്ഞ് പ്രതിഫലിച്ചു നിന്നു. സഹീജനങ്ങളെയും വിനോദ വിഹാരാദി ഉല്ലാസങ്ങളെയും അവൾ എന്തെന്നില്ലാതെ വെറുത്തു. വിരഹതാപം ചുരുങ്ങിയ ദിവസം കൊണ്ട് അവളെ ഒരു രോഗിണിയാക്കി തീർത്തു. അവൾ അക്ഷരാർത്ഥത്തിൽ തന്നെ ശയ്യാവലംബിയായി തീർന്നു. ഈ അവസ്ഥയിൽ അവളെ കണ്ട ഒരു ഉറ്റ സഖി അസ്വാസ്ഥ്യത്തിന് ഹേതു എന്താണെന്ന് ആരാഞ്ഞു. മാന്മഥിക രോഗം തന്നെയാണ് സ്വസഖിയെ ബാധിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ലോകപരിചയ സമ്പന്നയായ അവൾ പലവിധ ശുശ്രൂഷകൾ ചെയ്തു നോക്കി. ഫലപ്പെട്ടില്ല. അങ്ങനെ വിവിധ ചിന്തകളിലേർപ്പെട്ട് അവൾ സ്വഗ്രഹത്തിലേക്ക് മടങ്ങി. ഈ അവസരത്തിൽ കമലാകരൻ്റെ അവസ്ഥയും കുമാരിയുടേതിൽ നിന്നും വളരെയൊന്നും വ്യത്യസ്തമായിരുന്നില്ല. അനങ്കമഞ്ജരിയെ കണ്ടതിന് ശേഷം അയാളുടെ ചിത്തം സ്വാസ്ഥ്യമെന്തെന്നറിയാതെ ഉഴലുകയായിരുന്നു. അതിസമർത്ഥമായ ഒരു ദൂതികയെപ്പോലെ അനങ്കമഞ്ജരിയുടെ സഖി കമലാകരൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ചാടുവാക്യങ്ങൾ കൊണ്ടും ഭാവഹാവാദികളാലും അയാളുടെ ജിജ്ഞാസ വർദ്ധിപ്പിച്ചതിന് ശേഷം അവൾ കുണുങ്ങി മൊഴിഞ്ഞു. അല്ലയോ പുഷ്പബാണ പെരുമാളെ, മാദകമായ മറ്റെത്രയോ നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കാനുള്ള ഈ അനർഹ നിമിഷങ്ങൾ ഒരു സന്യാസിയെപ്പോലെ തപസ് ചെയ്ത് തള്ളി നീക്കുന്ന അങ്ങയേക്കാൾ അരസികനായി ഒരു യുവാവിനെ ഞാൻ ഈ ജന്മം കണ്ടിട്ടില്ല. ഈരേഴ് ലോകത്തിലും കിടയില്ലാത്ത ഒരു ദേവസുന്ദരി അങ്ങയിൽ ഗാഠാനുരക്തയായിരിക്കുന്നു. അങ്ങ് ഉടൻ അവളെ സന്ദർശിച്ച് അവളുടെ മാരതാപം ശമിപ്പിച്ചില്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്ത് കളയുമത്രേ. അങ്ങയ്ക്ക് ഹൃദയമെന്നുണ്ടെങ്കിൽ ഒട്ടും വൈകാതെ വേണ്ടത് ചെയ്ത് അവളുടെ ജീവൻ രക്ഷിക്കുക. താമസിക്കണ്ട. ബ്രാഹ്മണ യുവാവ് കേവലം ജിജ്ഞാസയാൽ മാത്രം പ്രേരിതനായി ചോദിച്ചു. ഒരു ത്രൈലോക സുന്ദരി എൻ്റെ പേരിൽ പ്രണയവിവശയായി തീർന്നിരിക്കുന്നുവെന്നോ? ഏതാണ് ആ മാദകസുന്ദരി? മാദകസുന്ദരി അല്ല, അനങ്കമഞ്ജരി എന്നാണ് അവളുടെ പേർ. ആ നാമം ഉച്ചരിക്കണമെങ്കിൽ അങ്ങ് 100 ജന്മം തപസ് ചെയ്യണം. തുടർന്ന് ആ വിശ്വസ്ത ദൂതി അനങ്കമഞ്ജരിയെ സംബന്ധിച്ചുള്ള സകല വിവരങ്ങളും കമലാകരനെ അറിയിച്ചു. താൻ മട്ടുപ്പാവിൽ കണ്ട സൗന്ദര്യധാമത്തെ പറ്റി തന്നെയാണ് ആഗത പറയുന്നതെന്ന് മനസ്സിലാക്കിയതോടുകൂടി കമലാകരൻ്റെ രാഗാവേശം എന്തെന്നില്ലാതെ വിജൃംഭിച്ചു. ഭവിഷ്യത്തുകളെപ്പറ്റി ചിന്തിക്കാതെ അയാൾ ദൂതികയോടൊന്നിച്ച് പുറപ്പെടുകയും ചെയ്തു. ദൂരെ വെച്ച് തന്നെ ഭവനത്തിനുള്ളിൽ നിന്ന് മാറത്തടിച്ചുള്ള നിലവിളികൾ കേട്ട് കഥയറിയാതെ കമലാകരനും ദൂതിയും എന്തെന്നില്ലാതെ പരിഭ്രമിച്ചു. ഇടർന്ന പാദങ്ങൾ ഒരു തരത്തിൽ അവരെ ഗൃഹാങ്കണത്തിന് സമീപമെത്തിച്ചു. അവിടെ കണ്ട കാഴ്ച ശിലയും അലിയിക്കുവാൻ പ്രാപ്തമായിരുന്നു. അതാ ആ മഞ്ചത്തിൽ അനങ്കമഞ്ജരിയുടെ മൃതദേഹം കിടത്തിയിരിക്കുന്നു. തൻ്റെ പ്രേമ നൈരാശ്യത്തിന് അവൾ ആത്മാഹൂതി കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യുകയാണ് ഉണ്ടായത്. അതെ, അവൾ വിഷപാനം ചെയ്ത് ജീവിതം അവസാനിപ്പിച്ചു. കമലാകരൻ പിന്നീട് യാതൊന്നും ചിന്തിച്ചില്ല. കലികൊണ്ട ഗന്ധർവനെ പോലെ അലറിക്കൊണ്ട് അവൻ മൃതശരീരത്തിന്മേൽ കമഴ്ന്നടിച്ചു വീണു.
അടുത്ത ക്ഷണത്തിൽ അവൻ്റെ ദേഹത്തിൽ നിന്ന് വേർപെടുകയും ചെയ്തു. നിയമപ്രകാരമുള്ള പ്രേതവിചാരണ മുതലായ നടപടികൾക്ക് ശേഷം പ്രഭാതത്തിന് തൊട്ടു മുമ്പായി മൃതദേഹങ്ങൾ രണ്ടും ഒന്നിച്ച് ശ്മശാനത്തിലേക്ക് മാറ്റപ്പെട്ടു. ഒന്നിച്ച് ചിതയിൽ വെച്ച് തീ കൊളുത്തുകയും ചെയ്തു. അല്പസമയത്തിനുള്ളിൽ സർവസംഹാരിയായ അഗ്നി ആകാശം മുട്ടെ ആളിക്കത്തി. ഈ സമയം എന്തൊരു അവിചാരിത സംഭവമാണുണ്ടായത്. വ്യാപാര സംബന്ധമായ കാര്യങ്ങൾക്കായി വിദേശത്ത് പോയിരുന്ന അനങ്കമഞ്ജരിയുടെ ഭർത്താവ് ശാന്തകുമാരൻ മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് ആ രംഗത്തേക്ക് പാഞ്ഞെത്തി. വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയ അയാൾ വീട്ടിലേക്ക് പോയി വിവരമറിഞ്ഞുകൊണ്ട് താൻ ജീവനിലുപരി സ്നേഹിച്ചിരുന്ന പ്രേയസിയുടെ ജഡമെങ്കിലും ഒന്ന് നോക്ക് കാണുവാൻ പാഞ്ഞെത്തിയതാണ്. അവളുടെ വെന്തെരിഞ്ഞ മൃതദേഹം അയാൾ ഒരു നോക്കിയേ നോക്കിയുള്ളൂ. അടുത്ത ക്ഷണത്തിൽ അയാൾ ചിതയ്ക്ക് ചുറ്റും 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച ശേഷം മറ്റുള്ളവർക്ക് തടുക്കാൻ സാധിക്കുന്നതിന് മുമ്പായി അലറിമറിയുന്ന അഗ്നിയുടെ മധ്യത്തിലേക്ക് എടുത്തു ചാടി. അല്പസമയത്തിനുള്ളിൽ ഒരേ ചിതയിൽ ആ 3 മൃതശരീരങ്ങളും ഏതാനും പിടിച്ച ആമ്പൽ മാത്രമായി. ഇത്രയും പറഞ്ഞതിന് ശേഷം വേതാളൻ ചോദിച്ചു, അല്ലയോ രാജാവേ, ഈ 3 പേരിൽ ആരുടെ പ്രേമമാണ് മികച്ചത്? വിക്രമാദിത്യൻ തൽക്ഷണം പ്രതിവചിച്ചു, സംശയമെന്ത്? ആത്മഹത്യ ചെയ്ത യുവതിയുടെ ഭർത്താവിൻ്റെ പ്രേമം. എന്തുകൊണ്ട്? വേതാളം ചോദിച്ചു. രാജാവ് പ്രതിവചിച്ചു, താൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ഭാര്യ അന്യനു വേണ്ടി ജീവത്യാഗം ചെയ്തെന്നറിഞ്ഞ നിമിഷത്തിൽ അയാൾ കാമക്രോധാദി വികാരങ്ങൾ നിശേഷം വെടിഞ്ഞ് അവളുടെ പാവനസ്മരണയുടെ മുമ്പിൽ ആത്മഹത്യ ചെയ്തില്ലേ? മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പോലും അസാധ്യമായ ആത്മപരിത്യാഗമല്ലേ അത്? അവൾക്ക് അയാൾ പരിപൂർണമായ മാപ്പ് നൽകി തൻ്റെ പ്രേമപരിശുദ്ധി ഉയർത്തിപ്പിടിച്ചെന്നല്ലേ അതിൻ്റെ അർത്ഥം? ഇത്രയും കേട്ട മാത്രയിൽ വേതാളം ബന്ധനവിമുക്തനായി കാട്ടിലേക്ക് ഓടിപ്പോയി. പതിവ് പോലെ മുരുക്കുമരത്തിൽ തൂങ്ങിക്കിടന്നു. പതിവ് പോലെ രാജാവ് അവനെ വീണ്ടും ബന്ധനസ്ഥനാക്കി വരികയും ചെയ്തു. നന്ദി.